പാലക്കാട് വ്യാസ വിദ്യാപീഠ സ്കൂളിലാണ് സംഭവം നടന്നത്. പ്രീ പ്രൈമറി സ്കൂളിന്റെ സമീപത്താണ് ഈ സംഭവം നടന്നത്. കോമ്പൗണ്ടിനകത്ത് 4 ബോംബുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തു എന്ന് പറയാം, ബോംബെന്നോ അങ്ങനെ പറയാം. 4 ഉണ്ടായിരുന്നു. 1 പൊട്ടിത്തെറിച്ചത്, 3 പോലീസ് എടുത്തു. ഇപ്പോഴും വേറെ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. RSSന്റെ ക്യാമ്പ് നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. RSSന് ഇതിനോട്ട് നല്ല ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ബോംബ് അവർ തയ്യാറാക്കി ഇതിനെ കുറിച്ചിടുകയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്, ആവശ്യത്തിനെടുക്കാൻ വേണ്ടി. അപ്പൊ ഇതിലെ ഒരു കാര്യം ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. CBSE സ്കൂളായതുകൊണ്ട് മറ്റു നടപടിയെടുക്കാനുള്ള അധികാരാവകാശം ഞങ്ങൾക്കില്ല. പക്ഷെ NOC കൊടുക്കുന്നത് ഞങ്ങളാണ്, നോൺ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങളാണ്. അതേ വിദ്യാലയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാലയങ്ങളിൽ ക്യാമ്പ് ബോംബുകളിൽ ഇത്തരം സ്ഫോടക വസ്തുവും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ അത് മാനേജ്മെന്റും സ്കൂളും അറിയേണ്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നൽകിയിട്ടുള്ള NOC പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധിപ്പിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് സർവ് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും CBSE ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഷയം ആയിക്കോട്ടെ, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി അനുവദിക്കില്ല. അതിപ്പം RSSനുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും വിശ്വഭാരതിയായിട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെന്റ് ആയിരുന്നാലും മാനേജ്മെന്റിനുള്ളിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നടത്തിയാൽ അത്തരം സ്കൂളിന്റെ NOC പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.